നോക്കുന്നത് പി എസ് സിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കുന്നത്. പി എസ് സി വൊക്കാബുലറി സെക്ഷനിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വൺ വേർഡ്സ്. പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട 50 വൺ വേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്നോടൊപ്പം പറഞ്ഞു പഠിച്ചു വരിക, ഓർക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് ഓർത്തിരിക്കുക, എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ നോക്കിയേ, റിലേറ്റഡ് ടു മാരേജ്, മാരേജുമായി ബന്ധപ്പെട്ട വൺ വേർഡ്. അപ്പൊ നമ്മൾ സാധാരണ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കുട്ടികളെ? മാട്രിമോണിയില് രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ കല്യാണം വേണ്ടി അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ എവിടെ രജിസ്റ്റർ ചെയ്യും? മാട്രിമോണിയില് രജിസ്റ്റർ ചെയ്യും അല്ലേ? അപ്പൊ റിലേറ്റഡ് ടു മാരേജ്, മാട്രിമോണി. ഇപ്പൊ റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന വൺ വേർഡ് ആണ് മാട്രിമോണി. ഇങ്ങനെയാണെങ്കിലോ, വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന വൺ വേർഡ് ഏതാണ്? ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീസ്റ്റ്. എന്തെന്ന് പറയുക? തീസ്റ്റ്. അപ്പൊ വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് തീസ്റ്റ്. എന്നാൽ നിരീശ്വരവാദിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണെങ്കിലോ, വൺ ഹു ഡസന്റ് ബിലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് എത്തിസ്റ്റ്. എന്തെന്ന് പറയുന്നു? എത്തിസ്റ്റ്. ഇപ്പൊ 3 വൺ വേർഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ. റിലേറ്റഡ് ടു മാരേജ്, മാട്രിമോണി. അതേപോലെ വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, തീസ്റ്റ്. നോട്ട് ബിലീവ് ഇൻ ഗോഡ്, എത്തിസ്റ്റ്. അടുത്ത് നോക്കിയേ, വൺ ഹു ബിലീവ് ഇൻ വൺ ഗോഡ്, ഏകദൈവ വിശ്വാസി. ഇപ്പൊ നമ്മൾ ഹിന്ദുസിനെയൊക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ധാരാളം ദൈവങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ചിലവർക്ക് ഒരു ദൈവത്തിലായിരിക്കും, അവര് ഒരു ദൈവത്തെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഏകദൈവ വിശ്വാസിക്ക് പറയുന്ന പേരാണ് മോണോതീസ്റ്റ്. എന്തെന്ന് പറയുന്നു? മോണോ മീൻസ് ഒന്ന്, തീസ്റ്റ് വിശ്വാസി, ഒരു ദൈവ വിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം. അതിന് പറയുന്ന വൺ വേർഡ് മോണോതീസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബഹുദൈവ വിശ്വാസിക്കാണെങ്കിലോ, വൺ ഹു ബിലീവ് ഇൻ മെനി ഗോഡ്സ്, ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്നു. നമ്മൾ ഹിന്ദുസിനെയൊക്കെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് അല്ലെ? നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ആരാണ് അല്ലെങ്കിൽ കനിയണ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ ബഹുദൈവ വിശ്വാസിക്ക് പറയുന്ന പേരാണ് പോളിതീസ്റ്റ്. ബഹുദൈവ വിശ്വാസിക്ക് പറയുന്ന പേര് പോളിതീസ്റ്റ്. അപ്പൊ മോണോതീസ്റ്റ് എന്നാൽ ഏകദൈവ വിശ്വാസം, പോളിതീസ്റ്റ് എന്നാൽ ബഹുദൈവ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? റിലീജിയസ് മാഡ്നസ്. ചിലർക്ക് മതം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ, അമ്പലം അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഭ്രാന്ത് പോലെയാണ്. അപ്പൊ നമുക്ക് അത്രയൊന്നും വേണ്ട. ഇപ്പൊ റിലീജിയസ് മാഡ്നസിന് പറയുന്ന പേരാണ് തിയോമാനിയ. തിയോ മീൻസ് ഈ തിയോഫോബിയ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ പേടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കേട്ടോ. തിയോഫോബിയ, ദൈവങ്ങളെ പേടിക്കുന്നു. ഈ തീ വെച്ചുള്ള പരിപാടിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വിളക്ക് കൊളുത്തും ബഹളമൊക്കെ, തീയുണ്ട് അല്ലെ? ഇതിപ്പം മാനിയ മീൻസ് എന്ത് ചെയ്യുന്നൂടെ? ആ മാനിയാക്ക് എന്ത് ചെയ്യുന്നു പറയുന്നു? മാഡ്നസ്. അപ്പൊ തിയോമാനിയ, ഓർമ്മയിലിരിക്കുക, തിയോമാനിയ. ഓക്കെ, അപ്പൊ ദൈവത്തെ പേടിയുള്ളതിന് പറയുന്ന പേരാണ് തിയോഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി, തിയോഫോബിയ. ഓക്കെ, അപ്പൊ അത് ഓർമ്മയിലിരിക്കുക, നമ്മൾ ഫോബിയാസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ റിലീജിയസ് മാഡ്നസിന് പറയുന്ന പേരാണ് തിയോമാനിയ. അപ്പൊ 3 എന്ന് പറഞ്ഞേ. മോണോതീസ്റ്റ് എന്നാൽ ബിലീവ് ഇൻ വൺ ഗോഡ്, പോളിതീസ്റ്റ് എന്നാൽ ബിലീവ് ഇൻ മെനി ഗോഡ്സ്, തിയോമാനിയ എന്നാൽ റിലീജിയസ് മാഡ്നസ്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ, ഹാവിങ് ഓൺലി വൺ വൈഫ്. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ എന്നൊക്കെ പറയുന്നത് വൺ ഹു മാരീഡ് വൺ വുമൺ. നമ്മള് ഒരു സമയത്ത് ഒരാളെ വിവാഹം കഴിക്കുന്നു. അപ്പൊ ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണ് മോണോഗമി. എന്തെന്ന് പറയുന്നു? മോണോഗമി. വൺ ഹു ഹാവ് അല്ലെങ്കിൽ ഹാവിങ് ഓൺലി വൺ വൈഫ് ഈസ് നോൺ ആസ് മോണോഗമി. ഇങ്ങനെയാണെങ്കിൽ 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണെങ്കിലോ, ഹാവിങ് 2 വൈഫ്സ്. എങ്ങനെ പറയാം? ബൈഗമി. 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് ബൈഗമി. ഓർമ്മയിലിരിക്കുമല്ലോ. അപ്പൊ മോണോഗമി എന്നാൽ വൺ ഹു ഹാവ് ഓൺലി വൺ വൈഫ്. എന്നാൽ ബൈഗമി എന്നാലോ 2 വൈഫ്സ്. എന്നാൽ പോളിഗമി എന്നാൽ എന്താണ്? പോളിഗമി ഹാവിങ് സെവറൽ വൈഫ്സ് അല്ലെങ്കിൽ മെനി മോർ ദാൻ 2 വൈഫ്സ്. മെനി വൈഫ്സിന് പറയുന്ന പേര് പോളിഗമി. മറക്കൂലല്ലോ.
അപ്പൊ ഒരു ഭാര്യ മോണോഗമി, രണ്ട് ഭാര്യ ബൈഗമി, രണ്ടിൽ കൂടുതൽ ഭാര്യമാര് പോളിഗമി. എന്ത് ചെയ്യുന്നു? ഒന്നിനെ തന്നെ സഹിക്കാൻ വയ്യ, അപ്പോഴാണ് രണ്ടും മൂന്നും അല്ലേ. അപ്പൊ മോണോഗമി എന്നാൽ ഒരു ഭാര്യ, രണ്ട് ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് ബൈഗമി, രണ്ടിൽ കൂടുതൽ ഭാര്യമാരാണെങ്കിൽ പോളിഗമി. അങ്ങനെയാണെങ്കിലാ മാരേജ് വിത്ത് വൺസ് ട്രൈബ്, അവനവന്റെ വർഗത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ട്രൈബിൽ നിന്ന് തന്നെ, നമ്മളിപ്പം റിലീജിയൻ അല്ലെങ്കിൽ മതം വെച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്, പിന്നെ അതേപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് കല്യാണം കഴിക്കുന്നുണ്ട്. അവനവന്റെ കാസ്റ്റിൽ തന്നെ നിന്ന് കല്യാണം കഴിക്കുള്ളൂ, വേറൊരു കാസ്റ്റിലേക്കോ മതത്തിലേക്കോ പോകില്ല. അവനവന്റെ ട്രൈബിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോഗമി. എന്തെന്ന് പറയുന്നു? എൻഡോഗമി. വൺ ഹൂ മാരേജ് വിത്തിൻ വൺസ് ട്രൈബ്, നമ്മളിപ്പോ അവനവന്റെ ട്രൈബിൽ നിന്ന് തന്നെ അവരുടെ കാറ്റഗറിയിൽ നിന്ന് ഹിന്ദുസ് അല്ലെങ്കിൽ ഹിന്ദുവില് നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അവര് നായേഴ്സിന് തന്നെ കല്യാണം കഴിക്കുന്നു. ചെയ്യുന്നൂടെ അതേപോലെ ഈഴവാസ്, അവരെ തന്നെ കല്യാണം കഴിക്കുന്നു, ആ കാറ്റഗറിയിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കുന്നു. അതിന് പറയുന്ന പേരാണ് എൻഡോഗമി. എന്നാൽ ഔട്ട്സൈഡ് ആണെങ്കിലാ നമ്മള് മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്, അങ്ങനെയൊന്നും നോക്കാറില്ല, ട്രൈബ് ഒന്നും നോക്കുന്നില്ല. ഒരു മനുഷ്യനെ തന്നെയല്ലോ കല്യാണം കഴിക്കുന്നത്. ഔട്ട്സൈഡ് ദ ട്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം എക്സോഗമി. എക്സോഗമി. ഇപ്പൊ എൻഡോഗമി എന്നാൽ മാരേജ് വിത്തിൻ വൺസ് ട്രൈബ്, എക്സോഗമി എന്നാൽ മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്. എക്സോഗമി. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, ഹാവിങ് സെവറൽ ഹസ്ബൻഡ്, ധാരാളം ഭർത്താക്കന്മാരുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേര്, അവസ്ഥയല്ലത്. അപ്പൊ ധാരാളം ഭർത്താക്കന്മാരുള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. എന്തെന്ന് പറയുന്നു? പോളിയാൻഡ്രി. ഇപ്പൊ പോളിയാൻഡ്രി മീൻസ് സെവറൽ ഹസ്ബൻഡ്, ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. ഇപ്പൊ ധാരാളം, ഇപ്പൊ പാഞ്ചാലി എന്ന് പറയുമ്പം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 5 ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ധാരാളം ഭർത്താക്കൾ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, എൻഡോഗമി എന്നാൽ വിത്ത് അല്ലെങ്കിൽ മാരേജ് വിത്തിൻ വൺസ് ട്രൈബ്, എക്സോഗമി ഔട്ട്സൈഡ്, മാരേജ് വിത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് അല്ലെങ്കിൽ മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്. ഇനി സെവറൽ ഹസ്ബൻഡ് ആണെങ്കിൽ പോളിയാൻഡ്രി. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, നോസ് വൺ ലാംഗ്വേജ്, ഒരു ഭാഷ അറിയുന്നതിന് പറയുന്ന പേര്, ഒരു ഭാഷ അറിയാവുള്ളൂ അല്ലെ, അതിന് പറയുന്ന പേരാണ് മോണോലിംഗ്വൽ. എന്തെന്ന് പറയുന്നു? മോണോലിംഗ്വൽ. ഒരു ഭാഷ അറിയാവുന്നുള്ളതിന് പറയുന്ന പേരാണ് മോണോലിംഗ്വൽ. എന്നാൽ 2 ഭാഷ അറിയാമെങ്കിലോ അതിന് പറയുന്ന പേരാണ് ബൈലിംഗ്വൽ. എന്ത് ചെയ്യും? 2 ഭാഷ അറിയാന്നുള്ളതിന് പറയുന്ന പേര് ബൈലിംഗ്വൽ. ഇപ്പൊ മോണോലിംഗ്വല് ഒരു ഭാഷ, ബൈലിംഗ്വല് 2 ഭാഷ. 2ൽ കൂടുതൽ ഭാഷകൾ അറിയാന്നുള്ളതിന് പറയുന്ന പേരാണ് മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് പോളിഗ്ലോട്ട്. എന്തെന്ന് പറയുന്നു? പോളിഗ്ലോട്ട്. പറഞ്ഞു നോക്കിയേ, മോണോലിംഗ്വല് നോസ് 1 ലാംഗ്വേജ്, ബൈലിംഗ്വല് നോസ് 2 ലാംഗ്വേജസ്. ഇനി പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ലാംഗ്വേജസ്, 2ൽ കൂടുതൽ ഭാഷ അറിയാന്നുള്ളതിന് പറയുന്ന പേരാണ് പോളിഗ്ലോട്ട്. പോളിലിംഗ്വൽ ഓപ്ഷനിൽ കാണും, എഴുതരുത്, തെറ്റാണ്. പോളിഗ്ലോട്ട് മറക്കൂലല്ലോ. മോണോലിംഗ്വല് ഒരു ഭാഷ, ബൈലിംഗ്വല് 2 ഭാഷ, പോളിഗ്ലോട്ട് 2ൽ കൂടുതൽ ഭാഷകൾ അറിയാവുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, വൺ ഹു ഹേറ്റ് വുമൺ, സ്ത്രീകളെ വെറുക്കുന്നു. സ്ത്രീകളെ വെറുക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്, അതിന് പറയുന്ന പേരാണ് മിസോഗൈനിസ്റ്റ്. പറഞ്ഞു നോക്കിയേ, മിസോഗൈനിസ്റ്റ്. സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേര് മിസോഗൈനിസ്റ്റ്. അപ്പൊ സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് പറയാം ഹി ഈസ് എ മിസോഗൈനിസ്റ്റ്. മിസോഗൈനിസ്റ്റ് സ്ത്രീകളെ ഇഷ്ടമില്ല, മിസോഗൈനിസ്റ്റ്. അങ്ങനെയാണെങ്കിലോ, വൺ ഹു ഈറ്റ്സ് ടു മച്ച്, ധാരാളം കഴിക്കുന്നു, ഭക്ഷണം ധാരാളം കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് തീറ്ററപ്പായി. കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹത്തേക്ക് പറയാൻ പറ്റിയ പേരാണ് ഗ്ലൂട്ടൺ. എന്തെന്ന് പറയുന്നു? ഗ്ലൂട്ടൺ. വൺ ഹു ഈറ്റ്സ് ടു മച്ച് ഈസ് നോൺ as ഗ്ലൂട്ടൺ. ധാരാളം വലിച്ചുവാരി കഴിക്കുന്നതിന് പറയുന്ന പേരാണ് ഗ്ലൂട്ടൺ. ഓക്കെ. അടുത്ത് നോക്കിയേ, വൺ ഹു ബിട്രേ വൺസ് കൺട്രി, നമ്മളെ സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്നതിന് പറയുന്ന പേര്. ഇപ്പൊ രാജ്യദ്രോഹിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ട്രൈറ്റർ. എന്തായിരുന്നു പറയുന്നു? ട്രൈറ്റർ. വൺ ഹു ബിട്രേ, ബിട്രേ മീൻസ് വഞ്ചിക്കുക, ബിട്രേ വൺസ് കൺട്രി ഈസ് നോൺ as ട്രൈറ്റർ. ഓക്കെ. അപ്പൊ മിസോഗൈനിസ്റ്റ് ഹേറ്റ് വുമൺ. ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞാലോ ഈറ്റ്സ് ടു മച്ച്.
ഇനി ട്രൈറ്റർ എന്ന് പറഞ്ഞാലോ വൺ ഹു ബിട്രേ വൺസ് ഓൺ കൺട്രി, നമ്മളെ സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന ആൾക്കാർക്ക്, രാജ്യദ്രോഹിക്ക് പറയുന്ന പേര് ട്രൈറ്റർ. അടുത്ത നോക്കിയേ, വൺ ഹു ലവ്സ് ബുക്ക്, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്, കളക്ഷൻ, പുസ്തകം കളക്ട് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ബിബ്ലിയോഫൈൽ. എന്തെന്ന് പറയുന്നു? ബിബ്ലിയോഫൈൽ എന്നും. ബൈബിൾ ഒരു പുസ്തകമല്ലേ കുട്ടികളെ, ഇഷ്ടപ്പെടുന്നു എന്ത്, അതുകൊണ്ട് നമുക്ക് ബിബ്ലിയോഫൈൽ എന്ന് പറയാം. അപ്പൊ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് പറയുന്ന വൺ വേർഡ് ആണ്, അല്ലെങ്കിൽ വൺ ഹു ലവ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്നത് ബിബ്ലിയോഫൈൽ. എന്നാൽ ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളെ പേടിക്കുന്നു, പുസ്തകങ്ങൾ പേടി, നമ്മളൊക്കെ ബിബ്ലിയോഫോബിയ ഉള്ള പുസ്തകം എടുക്കുമ്പോഴേ പേടിയാവും. ബിബ്ലിയോഫോബിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളെ പേടിക്കുന്നു. ഓക്കെ, അപ്പൊ ബിബ്ലിയോഫൈല് പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് പറയുന്ന പേരാണ് ബിബ്ലിയോഫൈൽ. അങ്ങനെയാണെങ്കിൽ വൺ ഹു വേസ്റ്റ് മണി, പൈസ ചുമ്മാ ധൂർത്തടിച്ച് കളയുന്നു, പൈസ ചെലവായി ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയുന്നതിന് പറയുന്ന പേരാണ് പ്രൊഡീഗൽ. എന്തെന്ന് പറയും? ധൂർത്തൻ. പ്രൊഡീഗൽ എന്തെന്ന് പറയുന്നു? പ്രൊഡീഗൽ എന്ന് പറയുന്നു. അപ്പൊ പൈസ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയുന്നതിന് പറയുന്ന പേരാണ് പ്രൊഡീഗൽ എന്ന് പറയാം. ഓക്കെ, ബിബ്ലിയോഫൈല് ലവ്സ് ബുക്ക്, പ്രൊഡീഗല് വൺ ഹു വേസ്റ്റ് മണി. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു. ഇപ്പൊ ബ്രഹ്മചര്യം ജീവിതം നയിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് സെലിബസി. എന്തെന്ന് പറയുന്നു? സെലിബസി. CELAIBACY. സെലിബസി മീൻസ് വൺ ഹു, സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ്. അപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് സെലിബസി. അപ്പൊ എന്താണ് കുട്ടികളെ ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ? ബിബ്ലിയോഫൈല് ലവ്സ് ബുക്ക്. പ്രൊഡീഗൽ എന്ന് പറഞ്ഞാലോ വൺ ഹു വേസ്റ്റ് മണി. അതേപോലെ സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ആണെങ്കിലോ സെലിബസി. ഓക്കെ, അടുത്ത നോക്കിയേ, സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, ഭാഷകളെ കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേര് അല്ലേ. അപ്പൊ അതിനങ്ങനെ പറയുന്നതിന് പറയുന്ന പേരാണ് ഫിലോളജി. ഭാഷയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് ഫിലോളജി. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഫിലോളജി. അങ്ങനെയാണെങ്കിൽ സംതിങ് റിട്ടൺ ബൈ ഹാൻഡ്, നമ്മളെ കൈപ്പട കൊണ്ട് എഴുതുന്നു, എന്ത് ചെയ്യുന്നൂടെ, നമ്മളെല്ലാം എഴുതി ഫലിപ്പിക്കുന്നു, അതിന് പറയുന്ന പേരാണ് മാനുസ്ക്രിപ്റ്റ് അല്ലേ. മാനുസ്ക്രിപ്റ്റ്, കൈപ്പട കൊണ്ട് എഴുതി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് കൈയക്ഷരം കൊണ്ട് തന്നെ, നമ്മളെ കൈയക്ഷരം കൊണ്ട് തന്നെ എഴുതി എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് മാനുസ്ക്രിപ്റ്റ്. സംതിങ് റിട്ടൺ ബൈ ഹാൻഡ് ഈസ് നോൺ ആസ് മാനുസ്ക്രിപ്റ്റ്. ഓക്കെ, ഫിലോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, മാനുസ്ക്രിപ്റ്റ് എന്നാൽ റിട്ടൺ ബൈ ഹാൻഡ്. അടുത്ത് നോക്കിയേ, സംതിങ് ഡൺ ഇൻ എ ഫ്രണ്ട്ലി മാനർ, സൗഹൃദപരമായി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമിക്കബിൾ. അമിക്കബിൾ അല്ലെങ്കിൽ അമിയബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട്ലി മാനർ എന്നാണ് കേട്ടോ. അപ്പം സംതിങ് ഡൺ ഇൻ എ ഫ്രണ്ട്ലി മാനർ ഈസ് നോൺ ആസ് അമിക്കബിൾ. അപ്പം ഫ്രണ്ടിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അമിസിസൈഡ് അല്ലെങ്കിൽ ആംബിസൈഡ് അല്ലേ. അമിക്കബിൾ പേഴ്സണെ അമിക്കി കൊന്നാൽ അതിന് പറയുന്ന പേര് അമിസിസൈഡ് അല്ലെങ്കിൽ ആംബിസൈഡ്. ഓക്കെ, ഇപ്പൊ സംതിങ് റിട്ടൺ ഇൻ ഫ്രണ്ട്ലി മാനർ ആണെങ്കിൽ എന്തെന്ന് പറയുക? അമിക്കബിൾ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, വൺ ഹു ഈറ്റ്സ് എവരിത്തിങ്, എല്ലാം കഴിക്കുന്നു, അതിൽ സസ്യവും അല്ലെങ്കിൽ എല്ലാം ചേർത്ത് കഴിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നൂടെ, മീറ്റും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഓംനിവോറസ്. എന്തെന്ന് പറയുന്നു? ഓംനിവോറസ്. അല്ലെങ്കിൽ വൺ ഹു ഈറ്റ്സ് എവരിത്തിങ്, എന്തും കഴിക്കും, അതിനോട് പറയുന്ന പേര് ഓംനിവോറസ്. അപ്പം 4 ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓംനിവോറസ് എന്നാൽ വൺ ഹു ഈറ്റ്സ് എവരിത്തിങ്. അമിക്കബിൾ എന്ന് പറഞ്ഞാലോ ഡൺ ഇൻ ഫ്രണ്ട്ലി മാനർ. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാലോ സംതിങ് റിട്ടൺ ബൈ ഹാൻഡ്. ഫിലോളജി സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അടുത്ത് നോക്കിയേ, വൺ ഹു ഈസ് ഓൾ പവർ, സർവശക്തൻ എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, പൊട്ടന് ഭയങ്കര ശക്തിയാണെന്ന് പഠിക്കുക കേട്ടോ. പൊട്ടന് ഭയങ്കര ശക്തിയാണ്, ഓംനിപൊട്ടന്റ്. പൊട്ടന് ഭയങ്കര ശക്തിയാണ് അല്ലെ. ഇപ്പൊ വൺ ഹു ഈസ് ഓൾ പവർ ഈസ് നോൺ ആസ് ഓംനിപൊട്ടന്റ്. പൊട്ടന് ഭയങ്കര ശക്തിയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. എന്നാൽ വൺ ഹു നോസ് എവരിത്തിങ്, എല്ലാം അറിയുന്ന ആൾക്കാര്. സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണെന്ന് ഓർക്കുക, ഓംനിസൈന്റ്. സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്, ഓംനിസൈന്റ്. ഇപ്പൊ ഓംനിപൊട്ടന്റ്, പൊട്ടന് ഭയങ്കര ശക്തിയാണ്, പവർഫുൾ പീപ്പിൾ. ഇനി ഓംനിസൈന്റ് എന്ത് ചെയ്യുന്നു, സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്, നോസ് എവരിത്തിങ്, എല്ലാം അറിയാവുന്ന ആൾക്കാർ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, വൺ ഹു പ്രസന്റ് എവരിവെയർ, എല്ലായിടത്തും കാണുന്നു, പ്രസന്റ്.
വൺ ഹു പ്രസന്റ് എവരിവെയർ. ഓംനി പ്രസന്റ്, എല്ലായിടത്തും കാണുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് ഓംനി പ്രസന്റ്. പറഞ്ഞേ മൂന്നെണ്ണം. ഓംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടന് ഭയങ്കര ശക്തിയാണ്, പവർഫുൾ പീപ്പിൾ. ഓംനി സൈന്റ് എന്നാലോ സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്. ഓംനി സൈന്റ് വൺ ഹു നോസ് എവരിതിങ്. ഇനി ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാലോ വൺ ഹു പ്രസന്റ് എവരിവെയർ. അടുത്ത് നോക്കിയേ, വൺ ഹു ഈസ് സ്കിൽ ഇൻ ലാംഗ്വേജ്. ഒരു ഭാഷയില് നല്ല പ്രാവീണ്യമുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ലിംഗ്വിസ്റ്റ്. എന്തെന്ന് പറയുന്നു? ലിംഗ്വിസ്റ്റ്, ഭാഷാ പണ്ഡിതൻ. ഇപ്പൊ വൺ ഹു ഈസ് സ്കിൽ ഇൻ ലാംഗ്വേജ് ഈസ് നോൺ as ലിംഗ്വിസ്റ്റ്, ഭാഷാ പണ്ഡിതൻ. ഓക്കെ, അടുത്ത് നോക്കിയേ, വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതിന് പറയുന്ന പേര് സോമനാംബുലിസ്റ്റ്. എന്തെന്ന് പറയുന്നു? സോമനാംബുലിസ്റ്റ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് സോമനാംബുലിസ്റ്റ്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് സോമനാംബുലിസം. ഓക്കെ, അപ്പൊ വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ് ഈസ് നോൺ as സോമനാംബുലിസ്റ്റ്. എന്തെന്ന് പറയുന്നു? സോമനാംബുലിസ്റ്റ്. വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, സോമനാംബുലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വൺ ഹു ഈസ് നോട്ട് ആൽക്കഹോളിക്, മദ്യമേ കണ്ണെടുത്താ കണ്ടൂടാ, മദ്യം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പറയുന്ന പേരാണ് ടീറ്റോ ടെല്ലർ. എന്തെന്ന് പറയുന്നു? ടീറ്റോ ടെല്ലർ, മദ്യവിരോധി. ഇംഗ്ലീഷ് പറയുന്ന പേര് ടീറ്റോ ടെല്ലർ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ, ലിംഗ്വിസ്റ്റ്, സ്കിൽ ഇൻ ലാംഗ്വേജ്, ഒരു ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് ലിംഗ്വിസ്റ്റ്. സോമനാംബുലിസ്റ്റ് ആണെങ്കിലോ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക. ടീറ്റോ ടെല്ലർ ആണെങ്കിലോ നോട്ട് ആൽക്കഹോളിക് പേഴ്സൺസ്, മദ്യം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ടീറ്റോ ടെല്ലർ എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കിയേ, വൺ ഹു തിങ്ക് പോസിറ്റീവ്ലി. വളരെ എന്ത് കാര്യവും പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഓപ്റ്റിമിസ്റ്റ്. എന്തെന്ന് പറയുന്നു? ഓപ്റ്റിമിസ്റ്റ്, ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാര്. വൺ ഹു തിങ്ക് പോസിറ്റീവ്ലി, ഓപ്റ്റിമിസ്റ്റ്. എന്നാ തിങ്ക് നെഗറ്റീവ്ലി ആണെങ്കിലോ പറയുന്ന പേര് പെസിമിസ്റ്റ്. എന്തെന്ന് പറയുന്നു? പെസിമിസ്റ്റ്. ഇപ്പൊ ഓപ്റ്റിമിസ്റ്റ് എന്നാൽ തിങ്ക് പോസിറ്റീവ്ലി, തിങ്ക് നെഗറ്റീവ്ലി ആണെങ്കിലോ പെസിമിസ്റ്റ്. തിങ്ക് പോസിറ്റീവ്ലി ഓപ്റ്റിമിസ്റ്റ്, തിങ്ക് നെഗറ്റീവ്ലി പെസിമിസ്റ്റ്. നോക്കിയേ, മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ, പാവം പിടിച്ച ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിന് പറയുന്ന പേര്. നമ്മൾ വാഗൺ ട്രാജഡി ഒക്കെ ഓർക്കുക, അതിന് പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ്. എന്തെന്ന് പറയുന്നു? ഹോളോകാസ്റ്റ്. മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ ഈസ് നോൺ as ഹോളോകാസ്റ്റ്. അപ്പം നിഷ്കളങ്കരായിട്ടുള്ള പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഹോളോകാസ്റ്റ്. നമുക്ക് ഈ വാഗൺ ട്രാജഡിയുടെ ആ ട്രാജഡിയൊക്കെ നമുക്ക് ഹോളോകാസ്റ്റ് എന്ന് പറയാം, ഇല്ലേ? അവിടെ ധാരാളം പാവം പിടിച്ച ആൾക്കാരെ ഗുഡ്സ് ട്രെയിനിൽ കൊന്നു കളഞ്ഞു. ഹോളോകാസ്റ്റ്. ഓക്കെ, അപ്പൊ ഓപ്റ്റിമിസ്റ്റ്, തിങ്ക് പോസിറ്റീവ്ലി, പെസിമിസ്റ്റ്, തിങ്ക് നെഗറ്റീവ്ലി, ഹോളോകാസ്റ്റ്, മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ. അടുത്ത് നോക്കിയേ, ലവ്സ് വൺസ് ഓൺ കൺട്രി, നമ്മുടെ സ്വന്തം രാജ്യത്തെ ഇഷ്ടപ്പെടുന്നതിന് പറയുന്ന പേര് പാട്രിയോട്ടിസം. എന്തെന്ന് പറയുന്നു? പാട്രിയോട്ടിസം. പാട്രിയോട്ടിസം എന്നാൽ രാജ്യസ്നേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പാട്രിയോട്ടിസം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ വൺ ഹു വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വാഗാബോണ്ട്. എന്തെന്ന് പറയുന്നൂടെ? വാഗാബോണ്ട്. അതിന് പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട്. പറഞ്ഞു നോക്കിയേ, വാഗാബോണ്ട്. വൺ ഹു വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് മീൻസ് വാഗാബോണ്ട്. മറക്കൂലല്ലോ, വാഗാബോണ്ട്. ഓക്കെ, ഇപ്പൊ പാട്രിയോട്ടിസം എന്നാൽ ലവ്സ് ഫോർ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം. വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓക്കെ, അടുത്ത് നോക്കിയേ, വൺ ഹു തിങ്ക് സെൽഫിഷ്ലി, നമ്മൾ സ്വാർത്ഥ മനോഭാവത്തോടു കൂടി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ്, ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഈഗോയിസ്റ്റ്. എന്തെന്ന് പറയുന്നു? ഈഗോയിസ്റ്റ്. തിങ്ക് സെൽഫിഷ്ലി ഈസ് നോൺ as ഈഗോയിസ്റ്റ്, സ്വാർത്ഥൻ എന്നതിന് പറയുന്നത് ഈഗോയിസ്റ്റ്. ഓക്കെ, തിങ്ക് സെൽഫിഷ്ലി, ഈഗോയിസ്റ്റ്. അപ്പൊ ഈഗോയിസ്റ്റ് എന്നാൽ തിങ്ക് സെൽഫിഷ്ലി. വാഗാബോണ്ട് എന്നാലോ വാണ്ടേഴ്സ്, വാണ്ടറിങ് മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഫ്രം പ്ലേസ് ടു പ്ലേസ്, സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട്. പാട്രിയോട്ടിസം എന്നാൽ ലവ്സ് ഓൺ അവർ ഓൺ കൺട്രി, നമ്മുടെ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പറയുന്ന പേര് പാട്രിയോട്ടിസം. ഓക്കെ, അടുത്ത് നോക്കിയേ, എ സ്പീച്ച് ദാറ്റ് യു മേക്ക് യുവർ സെൽഫ് വെൻ യു ആർ എലോൺ,
നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു. ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, നമ്മൾ സ്വയം എന്ത് ചെയ്യും, സംസാരിക്കുന്നു. ആത്മകഥം പറയുക, ഇങ്ങനെ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് സോളിലോക്കി. എന്തെന്ന് പറയുന്നു? സോളിലോക്കി. അപ്പൊ ആത്മകഥം പറയുക നമ്മൾ പറയാം, നമ്മൾ നമ്മളോട് തന്നെ പറയും, അതിന് പറയുന്ന പേരാണ് സോളിലോക്കി. എ സ്പീച്ച് ദാറ്റ് യു മേക്ക് to yourself when you are alone is known as soliloquy. നോക്കിയേ, a statement about the future. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ ആയിത്തീരും, ഞാൻ അതുപോലെ ചെയ്യും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നതിന് പറയുന്ന പേരാണ് ഫോർകാസ്റ്റ്. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേര് ഫോർകാസ്റ്റ്. ഞാൻ ഭാവിയിൽ ഇന്ന ആളായി മാറും, അതിന് പറയുന്നത് ഫോർകാസ്റ്റ്. a statement about future is known as ഫോർകാസ്റ്റ്. മറക്കൂലല്ലോ, ഫോർകാസ്റ്റ്. അടുത്തത് എ പേഴ്സൺ വിത്ത് എ സ്ട്രേഞ്ച് ഐഡിയ. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഐഡിയാസ് ഉള്ള ആൾക്കാർ, ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്കായിരിക്കും ഭയങ്കര ഐഡിയ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യും, ക്രാക്കാണ്, അവന് ക്രാക്ക്. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരെയൊക്കെ പൊതുവേ സമൂഹം പറയും അവന് ക്രാക്കാണ് അല്ലെങ്കിൽ പ്രാന്താണെന്ന് പറയും. അതിന് പറയുന്ന പേരാണ് ക്രാങ്ക്. എന്തെന്നോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് ക്രാങ്ക് എന്ന് പറയും, അല്ലേ? എ പേഴ്സൺ വിത്ത് എ സ്ട്രേഞ്ച് ഐഡിയ ഈസ് നോൺ ആസ് ക്രാങ്ക്. ക്രാക്കാണ് ക്രാങ്ക്. ക്രാങ്ക് ഓർമ്മയിലിരിക്കുമല്ലോ. അപ്പൊ ക്രാങ്ക് എന്നാൽ പേഴ്സൺ വിത്ത് സ്ട്രേഞ്ച് ഐഡിയാസ്. ഫോർകാസ്റ്റ് എന്നാൽ എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്യൂച്ചർ. സോളിലോക്കി എന്നാൽ സ്പീക്ക് അവർ സെൽഫ് ഈസ് നോൺ ആസ് സോളിലോക്കി. മറക്കൂലല്ലോ. അടുത്ത് നോക്കിയേ, വൺ ഹു ഈറ്റ്സ് ഫ്ലഷ്. മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? പറയുന്ന പേരാണ് കാർണിവോറസ്. അപ്പൊ ആരാണെങ്കിലും, ഇപ്പൊ കാർണിവോറസ് മൃഗങ്ങളെയൊക്കെ പറയാറില്ലേ, കാർണിവോറസ്. the one who eats flesh, the മാംസഭുക്കുകൾക്ക് പറയുന്ന പേരാണ് കാർണിവോറസ്. ഇങ്ങനെയാണെങ്കിലോ, one who eats vegetables, the പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് പറയുന്ന പേരാണ് ഹെർബിയോറസ്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്നും പറയാം കേട്ടോ, ഹെർബിയോറസ്. ഇതൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസഭുക്കുകൾ, ഹെർബിയോറസ് എന്ന് പറഞ്ഞാൽ സസ്യഭുക്കുകൾ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊന്ന് വെജിറ്റേറിയൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി മനുഷ്യരാണെങ്കിൽ ഏതാണെന്ന് പറയും, നമ്മൾ സസ്യവും കഴിക്കും മാംസവും കഴിക്കും, ഇല്ലേ? അപ്പൊ കാർണിയോറസ് ഓംനിയോറസ് ആണ്, നമ്മൾ ഓംനിയോറസ് ആണ് നമ്മളൊക്കെ. ചിലവര് എന്ത് ചെയ്യുന്ന കാർണിയോറസ് മാത്രമായിരിക്കാം, ചിലവര് ഹെർബിയോറസ് ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഹെർബിയോറസ് വൺ ഹു ഈറ്റ്സ് വെജിറ്റബിൾസ്, കാർണിയോറസ് ഈറ്റ്സ് ഫ്ലഷ് ഓൺലി. ഇനി വൺ ഹു ഹേറ്റ് മാരേജ്, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പറയുന്ന പേരെന്താ? നേരത്തെ നമ്മൾ സെലിബസി പഠിച്ചു, അത് ബ്രഹ്മചര്യം എന്നാണ്, അല്ലെ? കല്യാണം വെറുക്കുന്നതിന് പറയുന്ന പേര്, അതിന് പറയുന്ന പേരാണ് മിസോഗാമിസ്റ്റ്. എന്തെന്ന് പറയുന്നു? മിസോഗാമിസ്റ്റ്. പറഞ്ഞു നോക്കിയേ, മിസോഗാമിസ്റ്റ്. മിസോഗെയിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹാവ് സെവറൽ ഹസ്ബൻഡ് എന്നാണ്. ഇവിടെ മിസോഗാമിസ്റ്റ്, മിസോഗാമിസ്റ്റ് എന്നാൽ വൺ ഹു ഹേറ്റ് മാരേജ്. ഓർമ്മയിലിരുന്ന് പഠിക്കാം. എന്ത് ചെയ്യുന്നൂടെ? അപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിന് പറയുന്ന പേര്, അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, ചിലപ്പം ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് സെലിബസി. എന്നാൽ കല്യാണം വെറുപ്പ് കാണിക്കുന്നതിന് പറയുന്ന പേര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് മിസോഗാമിസ്റ്റ്. എന്തെന്ന് പറയുന്നു? മിസോഗാമിസ്റ്റ്. മറക്കില്ലല്ലോ. അപ്പൊ മിസോഗാമിസ്റ്റ് ഹേറ്റ് മാരേജ്. ഈറ്റ്സ് വെജിറ്റബിൾസ് ഉള്ളിയാണെങ്കിലോ ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ. ഈറ്റ്സ് ഫ്ലഷ് ഉള്ളിയാണെങ്കിൽ കാർണിവോറസ്. ഓക്കെ, അടുത്ത് നോക്കിയേ, എ പേഴ്സൺ ഹു ഹാസ് ഹാഡ് എ ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. ഒരു പ്രത്യേക ഫീൽഡിൽ കുറെ കാലമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെറ്ററൻ. നിങ്ങൾ വെറ്ററൻ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിയിലൊക്കെ വെറ്ററൻ താരങ്ങൾ. അപ്പൊ ഒരു കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയൊക്കെ പറയാം. ഇപ്പൊ സച്ചിൻ ഒരു വെറ്ററൻ താരമാണ്, അല്ലെങ്കിൽ യുവരാജ് ഒരു വെറ്ററൻ താരമാണ്, MS ധോണി ഒരു വെറ്ററൻ താരമാണ്. ക്രിക്കറ്റിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അല്ലെ? എ പേഴ്സൺ ഹു ഹാസ് ഹാഡ്. കുട്ടികളെ നോക്കിയേ, ഹാസ് ഹാഡ് വന്നിരിക്കുന്നുണ്ടോ സെന്റൻസ് മേക്കിങ്ങിൽ? ഹാസ് അവിടെ ഓക്സിലറി, ഹാഡ് അവിടെ മെയിൻ വെർബ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹാസ്, ഹാസ് ഹാവ് ഹാഡ് കഴിഞ്ഞാൽ V3 ആണ് വരുന്നത്. ഹാഡ് മെയിൻ വെർബ് ആയിട്ടും വരും. എന്ത് ചെയ്യുന്നു? അതായത് പ്രൈമറി ഓക്സിലറികളെല്ലാം മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കും. പ്രൈമറി ഓക്സിലറി എന്ന് പറയുമ്പം ഈസ് മുതൽ ഡിഡ് വരുന്ന ഓക്സിലറീസ് മെയിൻ വെർബ് ആയിട്ടും ഉപയോഗിക്കാം. ഓക്സിലറി ഇല്ലാത്ത അവസരങ്ങളിൽ, മെയിൻ വെർബ് ഇല്ലാത്ത അവസരങ്ങളിൽ അവ മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ഫീൽഡില് നല്ല കഴിവുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് വെറ്ററൻ താരം, വെറ്ററൻ എന്നാണ് കേട്ടോ. വെറ്ററൻ മറക്കൂലല്ലോ, അതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്.
എ മാൻ ഹൂ ലവ്സ് മാൻകൈൻഡ്, മനുഷ്യത്വമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, മനുഷ്യരോട് നല്ല സഹജീവനം കാണിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നുടെ ഫിലാൻത്രോപ്പിസ്റ്റ്, മനുഷ്യ സ്നേഹി എന്നൊക്കെ പറയില്ലേ, ഫിലാൻത്രോപ്പിസ്റ്റ്. അപ്പം എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ഈസ് നോൺ ആസ് ഫിലാൻത്രോപ്പിസ്റ്റ്. എന്ത് ചെയ്യും, മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്, മനുഷ്യ സ്നേഹിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. മറക്കൂലല്ലോ. അങ്ങനെയാണെങ്കിലോ എ ലീഡിങ് ക്യാരക്ടർ ഇൻ ഡ്രാമ ഓർ ഫിലിം ഓർ നോവൽ, പാഠപുസ്തകത്തിലൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിച്ചോ. അപ്പൊ ഒരു സിനിമയിലെയോ നോവലിലെയോ ഡ്രാമയിലെയൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് പറയുന്ന പേരാണ് പ്രൊട്ടഗോണിസ്റ്റ്. എന്തെന്ന് പറയുന്ന പേര് പ്രൊട്ടഗോണിസ്റ്റ്. സെൻട്രൽ ക്യാരക്ടർ അതിന് പറയുന്ന വൺ വേർഡ് ആണ് പ്രൊട്ടഗോണിസ്റ്റ്. ഓക്കെ. ഇപ്പൊ വെറ്ററൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ്, എ പേഴ്സൺ ഹു ഹാഡ് ആൻ എക്സ്പീരിയൻസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്, ഒരു പ്രത്യേക ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേര് വെറ്ററൻ. മാൻകൈൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് ഫിലാൻത്രോപ്പിസ്റ്റ്, അല്ലേ? അപ്പം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പറയുന്ന വൺ വേർഡ് ആണ്. ഇപ്പൊ ഡ്രാമയിലാവാം, സിനിമയിലാവാം, നോവലിലേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പറയുന്ന പേര് പ്രൊട്ടഗോണിസ്റ്റ്. അടുത്ത് നോക്കിയേ, എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ ദ റിച്ച്. എന്ത് ചെയ്യുന്നൂടെ, ഒരു റിച്ച് കാറ്റഗറിയിലുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ആൾക്കാരാണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു, പ്ലൂട്ടോക്രസി എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു, പ്ലൂട്ടോക്രസി. അപ്പം ഒരു ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് വളരെ റിച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി. എന്തെന്ന് പറയുന്നു, പ്ലൂട്ടോക്രസി. എന്ത് ചെയ്യുന്നൂടെ, ഇപ്പൊ നമ്മളെ ട്രംപ് എന്ത് ചെയ്യുന്നൂടെ, നമ്മുടെ അമേരിക്ക ഭരിക്കുന്നു, പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ്, അദ്ദേഹം വളരെ എന്ത് ചെയ്യുന്നൂടെ സമ്പന്നരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭരണവർഗത്തിൽ വരുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി. എന്തെന്ന് പറയുന്നു, പ്ലൂട്ടോക്രസി. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും നല്ല സമ്പന്നര് തന്നെയാണ്. അങ്ങനെയുള്ള ഭരണവർഗങ്ങളും വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് പ്ലൂട്ടോക്രസി. ഓക്കെ. വൺ ഹു എന്ത് ചെയ്യുന്നു, പൊസസ് മെനി ടാലൻസ്, ധാരാളം കഴിവുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക്, ധാരാളം കഴിവുള്ള ആൾക്കാർക്ക്, ടാലന്റഡ് പേഴ്സൺസിന് പറയുന്ന വൺ വേർഡ് ആണ് എന്ത് ചെയ്യുന്നൂടെ, വെർസറ്റൈൽ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു, വെർസറ്റൈൽ. പ്രീവിയസ് ചോദിച്ചുള്ളതാണ്. വെർസറ്റൈൽ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കഴിവുകളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ്, പൊസസ് ചെയ്ത് വെച്ചിരിക്കുന്നു, വെളിപ്പെടുത്താതെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെർസറ്റൈൽ. എന്തെന്ന് പറയുന്നു, വെർസറ്റൈൽ. ഓക്കെ. അപ്പൊ പ്ലൂട്ടോക്രസി എന്നാൽ റിച്ച് പീപ്പിൾ ഗവൺമെന്റ് ഭരിക്കുന്ന കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേര് പ്ലൂട്ടോക്രസി. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ കഴിവുകൾ മറച്ചു പിടിക്കുന്നതിന് പറയുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് വെർസറ്റൈൽ എന്ന് പറയും. ഓക്കെ. ആൻ അൺമാരീഡ് വുമൺ, അൺമാരീഡ് കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക് പറയുന്ന പേര് എന്തെന്ന് പറയുന്നു, അതിന് പറയുന്ന പേരാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നു. ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാത്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പറയുന്ന പേര് സ്പിൻസ്റ്റർ എന്ന് പറയും. എന്നാൽ ആൺകുട്ടികളാണെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് പറയുന്ന പേരാണ് ബാച്ചിലർ എന്നാണ് പറയുന്നത് കേട്ടോ. ബാച്ചിലർ എന്നാൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികള്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്പിൻസ്റ്റർ, അൺമാരീഡ് വുമൺ. കല്യാണം പിന്നീട് കഴിയാത്ത പെൺകുട്ടികൾക്ക് പറയുന്ന പേര് സ്പിൻസ്റ്റർ, അതിന്റെ ഓപ്പോസിറ്റ് ബാച്ചിലർ. ലാസ്റ്റ് വൺ നോക്കിയേ, വൺ ഹു റിപ്പയർ ഷൂസ്. ഇപ്പൊ ചെരുപ്പ് കുത്തിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേര് ഷൂസ്, ചപ്പൽസ്, പിന്നെ അതേപോലെ ഷൂസ് എന്ത് ചെയ്യുന്നൂടെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്ക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് കോബ്ലർ എന്ന് പറയും. കോബ്ലർ എന്നാൽ ചെരുപ്പ് കുത്തി. അപ്പൊ കോബ്ലർ, വൺ ഹു റിപ്പയർ ഷൂസ്. സ്പിൻസ്റ്റർ, അൺമാരീഡ് വുമൺ. അപ്പൊ അൺമാരീഡ് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോയ്സിന് പറയുന്ന പേര് ബാച്ചുലർ. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ വൺ ഹു പൊസസ് മെനി ടാലന്റ്സ്, കഴിവുകൾ മറച്ചു വെച്ചിരിക്കുന്നു. ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് പീപ്പിൾ ആണെങ്കിൽ പ്ലൂട്ടോക്രസി. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്നൂടെ, വളരെ പ്രധാനപ്പെട്ട വൺ വേർഡ്സ് ആണ്. PSC പലതവണ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ്സ് ആണ് പഠിച്ചത്. എല്ലാവരും എഴുതിയെടുത്ത് ആ വൺ വേർഡ്സ് പഠിക്കണം. ഓക്കെ ആണല്ലോ. താങ്ക് യു.